ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. Good morning, sir. Good morning, sir. Sir, വീഡിയോ എല്ലാവരും ഓൺ ചെയ്യൂ. അബീന, സാദ്, സാമുവൽ, അസ്ലം, അഫിമോൾ, ഇസാൻ, നസ്രിൻ, ഭീമ, എല്ലാവരും. അനഘ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ ബാറ്ററീസിനെ പറ്റിയാണ് എഴുതി നിർത്തിയിരുന്നത് അല്ലെ? എന്താണ് ബാറ്ററീസ്? വാട്ട് ആർ ബാറ്ററീസ് എന്നുള്ളതിന്റെ ആൻസർ ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇലക്ട്രിക് സോഴ്സ് ആണ്. ആക്ച്വലി ഒരു ഇലക്ട്രിക് പവറിന്റെ സോഴ്സ്, നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്ന ഒരു സോഴ്സ് ആണ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാറ്ററിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ഗാൽവാനിക് സെൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ബാറ്ററി ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഗാൽവാനിക് സെൽ. ഒരു ഗാൽവാനിക് സെൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുക. അതാണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാവുന്ന എനർജി, അതാണ് കെമിക്കൽ എനർജി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്ററിയിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻ വഴി കെമിക്കൽ എനർജി ഉണ്ടാവും. ആ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാം. ഇതാണ് ബാറ്ററിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ബാറ്ററി ക്യാൻ ബി ഇറ്റ് ക്യാൻ ആക്ട് ആസ് സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ബാറ്ററിക്ക് ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല ബാറ്ററിക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകളാണ്. എന്തൊക്കെയാണ് ഒരു നല്ല ബാറ്ററിക്ക് വേണ്ട സവിശേഷതകൾ? ഒന്നാമത്തത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, അതായത് കനം കുറവായിരിക്കണം. രണ്ടാമത്തത് കോമ്പാക്ട് ആയിരിക്കണം, അതായത് സൈസ് ചെറുതായിരിക്കണം. പിന്നെ മൂന്നാമത്തത് വോൾട്ടേജിന് ഫ്ലക്ച്വേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വോൾട്ടേജ് മാറാൻ പാടില്ല. അതിന് എത്ര, ആ ബാറ്ററിക്ക് എത്ര വോൾട്ടേജ് ആണോ പറയുന്നത് അത്രയും വോൾട്ടേജ് ഉണ്ടായിരിക്കണം. ത്രൂ ഔട്ട് ബാറ്ററി തീരുന്നത് വരെ ആ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ബാറ്ററിനെ പറ്റി ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് പോയിന്റ്സ്? ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ബാറ്ററിനെ നമുക്കൊരു ഗാൽവാനിക് സെൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഗാൽവാനിക് സെൽ ആയതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ കെമിക്കൽ എനർജി ഉണ്ടാവുന്നത്? ബാറ്ററിയിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് കെമിക്കൽ എനർജി ഉണ്ടാവുന്നത്. അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാം. പിന്നെ പറഞ്ഞത് ഒരു നല്ല ബാറ്ററിക്ക് വേണ്ട 3 സവിശേഷതകൾ. ഇറ്റ് ഷുഡ് ബി ലൈറ്റ് വെയിറ്റ്, ഇറ്റ് ഷുഡ് ബി കോമ്പാക്ട് ആൻഡ് ദർ ഷുഡ് നോട്ട് ബി എനി വേരിയേഷൻ ഇൻ ദ വോൾട്ടേജ്. ഇത്രയാണ് നമുക്ക് ഒരു ബാറ്ററിയെ പറ്റി നമുക്ക് ജനറൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ബാറ്ററിനെ തന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ട് 2 തരം ബാറ്ററീസ് ഉണ്ട്. ഒന്നാമത്തതാണ് പ്രൈമറി ബാറ്ററി, രണ്ടാമത്തതാണ് സെക്കൻഡറി ബാറ്ററി. അതായത് പ്രൈമറി ബാറ്ററിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞതെന്ന് തോന്നുന്നു. പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ ബാറ്ററി ലോങ് ടേമിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഒത്തിരി നാൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലാത്ത ബാറ്ററിയാണ്. കാരണം അതിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് കുറെ നേരം കഴിയുമ്പോൾ അതങ്ങ് തീരും. അതായത് കുറെ നാൾ കഴിയുമ്പോൾ ബാറ്ററി ഡെഡ് ആവും. പിന്നെ ആ ബാറ്ററി നമുക്ക് ചുമപ്പള്ള കളയാന്നല്ലാണ്ട് ആ ബാറ്ററി നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, റീചാർജബിൾ. നമ്മുടെ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? റീചാർജബിൾ ആണ് അല്ലെ? നിങ്ങൾ ഡെയിലി റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളിപ്പോ ടോർച്ചിലിടുന്ന ബാറ്ററി ഒന്നും അങ്ങനെ എല്ലാ ബാറ്ററി ഒന്നും റീചാർജബിൾ. പഴയ ടോർച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ അകത്ത് ഒരു തരം വലിയ ബാറ്ററി ഇടാറുണ്ട് നമ്മള്, ലാർജ് സൈസുള്ള ബാറ്ററി. അതൊന്നും റീചാർജബിൾ ഒന്നും അല്ല. അത് നമ്മൾ ഇട്ടു, അതിന്റെ ചാർജ് അങ്ങ് തീർന്നു കഴിയുമ്പോൾ പിന്നെ ബാറ്ററി എടുത്ത് കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റില്ലാത്തതും രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ലാത്തതും, അതായത് ഒരു തവണ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ലാത്തതുമായ ബാറ്ററികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൈമറി ബാറ്ററി എന്ന് വിളിക്കുന്നത്. അത്തരം ബാറ്ററിയാണ്
പ്രൈമറി ബാറ്ററി. ഇറ്റ് കനോട്ട് ബി റീചാർജ്. അതിന് നമുക്ക് റീചാർജ് ചെയ്ത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു തവണ അതിൻ്റെ അകത്തെ കെമിക്കൽ റിയാക്ഷൻ മൊത്തം നടന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കളയാന്നല്ലാണ്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ ബാറ്ററീസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത്. പ്രൈമറി ബാറ്ററിക്ക് അങ്ങനെ 2 എക്സാമ്പിൾസ് ആണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത്. എന്റെ തോരെണ്ണം നമ്മൾ ഇന്നലെ എഴുതിയ ഡ്രൈ സെല്ലാണ്. ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ലെക്ലാഞ്ചെ സെല്ല്. അപ്പൊ അത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ലെക്ലാഞ്ചെ. അപ്പൊ അതുകൊണ്ടാണ് അതിന് ലെക്ലാഞ്ചെ സെൽ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ബാറ്ററിയിലും ഇങ്ങനെ ഒത്തിരിയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഫിഗർ ഉണ്ടെങ്കിൽ ഫിഗർ പഠിക്കുക, വരയ്ക്കാൻ പറ്റുന്ന ഫിഗർ ആണെങ്കിൽ. ഇപ്പൊ എല്ലാ ബാറ്ററിയുടെ ഒന്നും പടം നമുക്ക് വരയ്ക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഡ്രൈ സെല്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഡ്രൈ സെല്ലിന്റെ പടം വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം. ഞാനത് പറഞ്ഞു തന്നതാണ്. അപ്പൊ ഡ്രൈ സെല്ല് ഇരിക്കണ എങ്ങനെയാണ് നിങ്ങൾ നോക്കുക. ഇങ്ങനെ ഒരു കാർബൺ റോഡ് ഉണ്ടാവും. ഇപ്പൊ എന്റെ ഈ വിരലാണ് ഇപ്പൊ കാർബൺ റോഡ് എന്ന് വിചാരിക്കുക. ഈ കാർബൺ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ കൊണ്ടുണ്ടാക്കിയ ഒരു എന്താ മെറ്റൽ റോഡ്. ആ കാർബൺ റോഡിനെ പൊതിഞ്ഞുകൊണ്ട്, അതിന് ആവരണമായിട്ട് അതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു സിങ്ക് വെസല്, ഒരു സിങ്ക് കപ്പ് ഉണ്ടാവും. ഒരു സിങ്ക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കപ്പ് ഇതിനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു സിങ്ക് കപ്പ് ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ച് ഇങ്ങനെ പൊതിഞ്ഞു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളു പൊള്ളയാകാൻ പാടില്ല. അപ്പൊ ആ ഉള്ളിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോലൈറ്റ് നിറയ്ക്കും. അതായത് നമ്മളിപ്പോ ഒരു സിലിണ്ടറിന്റെ നടുക്ക് കൊണ്ടുവന്ന് ഒരു കാർബൺ റോഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സിലിണ്ടറിന്റെ ബാക്കി ഭാഗമൊക്കെ പൊള്ളയല്ലേ. അപ്പൊ അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോലൈറ്റ് നിറയ്ക്കണം. അപ്പൊ അങ്ങനെ ഇവിടെ ഉപയോഗിക്കുന്ന 2 ഇലക്ട്രോലൈറ്റ് ആണ് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ഇലക്ട്രോലൈറ്റ് ഏതാണ്, ഇങ്ങനെ പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി. അപ്പൊ ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സിങ്ക് ആണ്. സിങ്ക് കപ്പ് അല്ലെങ്കിൽ സിങ്ക് വെസൽ, അതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നടുക്ക് കാണുന്ന ആ റോഡ്, കാർബൺ റോഡ്, അത് ശരിക്കും ഗ്രാഫൈറ്റ് ആണ്. ആ ഗ്രാഫൈറ്റ് ആണ് ഇവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ ഗ്രാഫൈറ്റ് റോഡിനെ, ഇപ്പൊ നമ്മുടെ ഗ്രാഫൈറ്റ് റോഡിനെ പൊതിഞ്ഞ് അല്ലെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്ത് അതിന് നമ്മൾ ഒരു മാംഗനീസ് ഡയോക്സൈഡും കാർബണും വെച്ചിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കാർബൺ റോഡിന്റെ നമ്മൾ എന്താണ് മാംഗനീസ് MnO2 പൗഡർ, ആ പൗഡർ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുക. പൗഡറൊക്കെ ഇട്ട് സുന്ദരനാക്കി വെച്ചേക്കുവാണ് അതിനെ, ഈ പറയുന്ന ഗ്രാഫൈറ്റ് റോഡിന്. അപ്പൊ ഗ്രാഫൈറ്റ് റോഡ് ഈസ് സറൗണ്ടഡ് വിത്ത് മാംഗനീസ് ഓക്സൈഡ് ആൻഡ് കാർബൺ. പിന്നെ അവിടുത്തെ ഇലക്ട്രോലൈറ്റിന്റെ പേര് പഠിക്കുക. ഇലക്ട്രോലൈറ്റിന്റെ പേര് എന്തൊക്കെ? അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ആണ് ഇലക്ട്രോലൈറ്റ്. ഇനി അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് പഠിക്കണം. നിങ്ങൾക്കറിയാലോ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? ഓക്സിഡേഷൻ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ വാങ്ങുക. അപ്പൊ അത് തന്നെയല്ലേ നടക്കുന്നതെന്ന് നോക്കുക നിങ്ങൾ. റിയാക്ഷൻ ഞാൻ എഴുതുന്നുണ്ടല്ലോ. ആനോഡിൽ സിങ്ക് ആണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. അപ്പൊ Zn gives Zn2++ 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ആ ഇലക്ട്രോണിനെ വാങ്ങുന്നത് ആരാണ്? നമ്മളുടെ മാംഗനീസ് ഡയോക്സൈഡ്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രാഫൈറ്റിനെ പൊതിഞ്ഞ് നമ്മൾ മാംഗനീസ് ഡയോക്സൈഡ് വെച്ചിട്ടുണ്ടെന്ന്. അതും പിന്നെ നമ്മളുടെ അമോണിയം ക്ലോറൈഡിലുള്ള NH4+ഉം അതിവിടെ ചേർന്നിട്ട് നമ്മുടെ ഇലക്ട്രോണിനെ വാങ്ങുന്നു. അങ്ങനെ അമോണിയ ഫോം ചെയ്യുന്നു, NH3. ആ അമോണിയ വീണ്ടും എന്ത് ചെയ്യും? ആദ്യത്തെ സ്റ്റെപ്പിൽ ഉണ്ടായ Zn2+ ഇല്ലേ, ആ Zn2+ഉം ഈ അമോണിയയും കൂടെ ചേർന്ന് വേറൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സിന്റെ പേരാണ് ZnNH3 4 times 2+. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡ്രൈ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇനി ഡ്രൈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾ എഴുതിക്കോട്ടോ. അതായത് ഒരു ഡ്രൈ സെല്ലിന് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതൊക്കെ പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. എഴുതിക്കൊള്ളുക. ദ സെൽ പൊട്ടൻഷ്യൽ of a dry cell, the cell potential of a dry cell, the cell potential of a dry cell is nearly 1.5 volt. 1.5 വോൾട്ടിന്റെ ബാറ്ററി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് ഈ ഡ്രൈ സെല്ല്. 1.5 വോൾട്ട് ആണ് ഒരു ഡ്രൈ സെല്ലിന്റെ. അപ്പൊ എന്തൊക്കെയാണ് ഡ്രൈ സെല്ലിനെ പറ്റി പഠിക്കേണ്ടത്? ഡ്രൈ സെല്ലിന്റെ പടം വരയ്ക്കാൻ പഠിക്കുക. ഡ്രൈ സെല്ലിലെ ആനോഡ് എന്താണ്? ആ സിങ്ക് വെസല്, അതാണ് ആനോഡ്. അതിന്റെ നടുക്കിരിക്കുന്ന കാഥോഡ് എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റിന്റെ റോഡ് അല്ലെങ്കിൽ കാർബണിന്റെ റോഡാണ് ഗ്രാഫൈറ്റ്. അതിനെ പൊതിഞ്ഞ് ഗ്രാഫൈറ്റിനെ പൊതിഞ്ഞ് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? മാംഗനീസ്. അതായത് ഗ്രാഫൈറ്റ് റോഡിൽ ഇങ്ങനെ നമ്മൾ മാംഗനീസ് പൗഡർ തൂത്ത് വെച്ചിട്ടുണ്ടെന്ന് ഓർത്താൽ മതി. മാംഗനീസ് പൗഡർ നമ്മൾ MnO2 പൗഡർ നമ്മൾ തൂത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ പൊള്ളയായ ഭാഗം, ഉള്ളു പൊള്ളയായ ഭാഗം നമ്മൾ ഇലക്ട്രോലൈറ്റ് വെച്ച് നിറച്ചിട്ടുണ്ട്. ഏതാണ് ഇലക്ട്രോലൈറ്റ്? അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും വെച്ച് നിറച്ചേക്കുവാണ്.
അപ്പൊ ഇതാണ് നമ്മളുടെ ഡ്രൈ സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഡ്രൈ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഓക്സിഡൈസ് ചെയ്യുന്നു, മറ്റേ ആൾ റെഡ്യൂസ് ചെയ്യുന്നു. ആരാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്? സിങ്ക്. അപ്പൊ സിങ്ക് ഓക്സിഡൈസ് ചെയ്തിട്ട് Zn2+ 2 ഇലക്ട്രോണും വിട്ടുകൊടുക്കുന്നു. ആ ഇലക്ട്രോണിനെ അമോണിയം മാംഗനീസ് ഡയോക്സൈഡും NH4+ കൂടെ ചേർന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ നമുക്ക് അമോണിയ കിട്ടുന്നു. ആ അമോണിയ വീണ്ടും എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സ്റ്റെപ്പിലുണ്ടായ Zn2+ ആയിട്ട് റിയാക്ട് ചെയ്തൊരു കോംപ്ലക്സ് ഉണ്ടാകുന്നു. അപ്പോ ഇതിന്റെ അകത്തെ തന്നെ രണ്ടാമത്തത് ഡ്രൈ സെല്ല് ഒന്നാമത്തെ എക്സാമ്പിൾ പ്രൈമറി ബാറ്ററിയുടെ. ഇനി പ്രൈമറി ബാറ്ററിയുടെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ മെർക്കുറി സെൽ എടുക്കുക. മെർക്കുറി സെൽ ഓരോരോ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കൊള്ളുക. suitable for low current devices. Suitable for low current devices such as watches, hearing aids, hearing aids, etc. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക. ആനോഡ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടുക. ആനോഡ്. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് എഴുതാം മെർക്കുറി അമാൽഗം. അമാൽഗം എന്ന് പറഞ്ഞാൽ മെർക്കുറി തന്നെ, അതിനെയാണ് അമാൽഗം എന്ന് വിളിക്കുന്നത് കേട്ടോ. മെർക്കുറി അമാൽഗം. ക്യാഥോഡ് എന്നാന്ന് എഴുതുക. ക്യാഥോഡ് എന്ന് എഴുതിയിട്ട് ഇതുപോലെ എഴുതുക. ക്യാഥോഡ് എന്ന് എഴുതിയിട്ട് എ പേസ്റ്റ് ഓഫ് HgO, മെർക്കുറസ് ഓക്സൈഡ് ആൻഡ് കാർബൺ. ഇലക്ട്രോലൈറ്റ് എന്ന് എഴുതുക. എന്നിട്ട് എ പേസ്റ്റ് ഓഫ് ഇലക്ട്രോലൈറ്റ് എന്നുള്ള എടുത്ത് എ പേസ്റ്റ് ഓഫ് KOH and ZNO. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഒന്ന് കാണാണ്ട് പഠിച്ചാൽ മതി. അല്ലാണ്ട് ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും അതിൻ്റെ അകത്തില്ല. നമ്മൾ മെർക്കുറി സെല്ലിൽ ഉപയോഗിക്കുന്ന ആനോഡ് ഏതാണ്, ക്യാഥോഡ് ഏതാണ്, ഇലക്ട്രോലൈറ്റ് ഏതാണ്. എല്ലാ സെല്ലിലും ഒരു ആനോഡും ഒരു ക്യാഥോഡും ഇലക്ട്രോലൈറ്റും കാണും. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും, ക്യാഥോഡിൽ റിഡക്ഷൻ നടക്കും. ഇത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊന്നും പറയാനൊന്നുമില്ല. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, ക്യാഥോഡ് ആ ഇലക്ട്രോണിനെ സ്വീകരിക്കും. അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാവുന്ന കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇത്രേ ഉള്ളൂ. ഇതാണ് ബാറ്ററിയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി റിയാക്ഷൻസ് ഹെഡിങ് കൊടുക്കുക. റിയാക്ഷൻസ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആദ്യം എഴുതുക. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ സിങ്ക് അമാൽഗം. ഞാൻ ചോദിക്കട്ടെ, മറ്റേ നമ്മൾ ആനോഡ് എന്നുള്ള എടുത്ത് എന്താ എഴുതിയ? മെർക്കുറി അമാൽഗം എന്നാണ് എഴുതിയത്. സിങ്ക് മെർക്കുറി അമാൽഗം കേട്ടോ. സിങ്ക് മെർക്കുറി അമാൽഗം അങ്ങനെയാണ്. സിങ്ക് മെർക്കുറി അമാൽഗം. അപ്പൊ ആ സിങ്ക് മെർക്കുറി അമാൽഗവും പിന്നെ നമ്മുടെ ഈ ഇലക്ട്രോലൈറ്റിലുള്ള പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിലുള്ള OH- കൂടെ റിയാക്ട് ചെയ്യും. ആനോഡ് റിയാക്ഷൻ എഴുതുന്നത് ഈ സിങ്ക് മെർക്കുറി അമാൽഗവും ഈ OH- കൂടെ റിയാക്ട് ചെയ്തിട്ട്
നമുക്ക് ZNO പ്ലസ് വാട്ടർ പ്ലസ് 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്താണ് ഓക്സിഡേഷൻ. അപ്പൊ കാഥോഡിലുള്ള നമ്മളുടെ HGO, കാഥോഡിൽ ഇതാണല്ലോ ഉള്ളതൊക്കെ, പേസ്റ്റ് ഓഫ് HGO ആൻഡ് കാർബൺ. അപ്പൊ ഈ HGOയും വാട്ടറും ഈ ഉണ്ടായിരിക്കുന്ന വാട്ടറും ഈ ഇലക്ട്രോണും കൂടെ ഇങ്ങോട്ടേക്ക് വരും. ഈ വാട്ടറും ഇലക്ട്രോണും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് മെർക്കുറി ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് പ്ലസ് 2OH മൈനസ്. റിയാക്ഷൻ കാണാണ്ട് പിടിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് റിയാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് ZN സിങ്ക് അമാൽഗം, പിന്നെ ഇവിടെ 2OH മൈനസ് ഇത് ഇവിടെ ഉണ്ട്, ഇവിടെയും 2OH മൈനസ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ H2O ഇപ്പറയുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇലക്ട്രോൺ ഇപ്പറയുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇനി ബാക്കി ഇവിടെ HGO മാത്രമേ ഉള്ളൂ. HGO ഈസ് ഇപ്പറ ഇനി എന്ത് മാത്രമേ ഉള്ളൂ? ZNO പ്ലസ് Hg, ഇത്രയേ ഉള്ളൂ ബാക്കി. ഇത് സോളിഡ്, ഇത് ലിക്വിഡ്. HGOയും സോളിഡ്. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. അതായത് ചെറിയ കറണ്ട് വേണ്ട ഡിവൈസുകൾ, അത് വാച്ച് പോലെയുള്ള ഡിവൈസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ് ഈ മെർക്കുറി അമാൽഗം ബാറ്ററി, അല്ലെങ്കിൽ മെർക്കുറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ വട്ടത്തിലിരിക്കുന്ന ഒരു തരം ബാറ്ററി കണ്ടിട്ടുണ്ടോ? വാച്ചൊക്കെ തുറന്നു നോക്കി കഴിയുമ്പോൾ ഇതുപോലെ വട്ടത്തിൽ ബാറ്ററി കണ്ടിട്ടുണ്ടോ? അതാണ് മെർക്കുറി സെൽ. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒക്കെ വാച്ച് കേടാകുമ്പോൾ തല്ലി പൊട്ടിച്ച് നോക്കുക, അപ്പൊ കാണാം കേട്ടോ. അപ്പോ അതാണ് മെർക്കുറി സെല്ല് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ മെർക്കുറി സെല്ലിന്റെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് പഠിക്കുക, റിയാക്ഷൻസ് കാണാണ്ട് പഠിക്കുക. ഇനി അതിന്റെ സെൽ പൊട്ടൻഷ്യലും കൂടെ എഴുതിക്കോളൂ. ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് മെർക്കുറി സെൽ ഈസ് the cell potential of mercury cell is nearly മെഹബൂബ ആൻഡ് മാളവിക രണ്ടുപേരുടെയും വീഡിയോ ഓഫ് ആണല്ലോ. The cell potential of mercury cell is nearly 1.35 volt. 1.35 volt. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് മെർക്കുറി സെൽ. ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിന്റെ പടം വരയ്ക്കാൻ പഠിക്കുകയൊന്നും വേണ്ട, ഇത്രയും പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ആ ബാറ്ററീസ് എന്നുള്ള ഹെഡിങ് ഒന്നുകൊണ്ട് എടുത്ത് ബാറ്ററീസ്, എന്നിട്ട് അതിന്റെ താഴെ there are 2 types of batteries. ഒന്ന് പ്രൈമറി ബാറ്ററി, 2 സെക്കൻഡറി ബാറ്ററി എന്ന് എഴുതിയിട്ടില്ലേ? എന്നിട്ട് അതിന്റെ താഴെ വീണ്ടും പ്രൈമറി ബാറ്ററി എന്ന് ഹെഡിങ് കൊടുത്തിട്ടില്ലേ? അതിന് റോമൻ ലെറ്റർ 1 കൊടുക്കുക കേട്ടോ. പ്രൈമറി ബാറ്ററീസ് എന്ന് എഴുതിയേക്കുന്നിടത്ത് റോമൻ ലെറ്റർ 1 കൊടുക്കുക. എന്നിട്ട് അതിൽ തന്നെ ഡ്രൈ സെൽ എന്നുള്ളിടത്ത് ഒരു എന്നോ അങ്ങനെ എന്തെങ്കിലും, എന്നോ അല്ലെങ്കിൽ ചെറിയ ഒന്നിടുക. മെർക്കുറി സെൽ എന്നുള്ളിടത്ത് B എന്നിടുക, അല്ലെങ്കിൽ 2 എന്നിടുക. അതായത് ഈ മെർക്കുറി സെല്ലും ഡ്രൈ സെല്ലും എന്ത് തന്നെയാണ്? പ്രൈമറി ബാറ്ററി തന്നെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി റോമൻ ലെറ്റർ 2 ഇടുക, എന്നിട്ട് സെക്കൻഡറി ബാറ്ററീസ് ഹെഡിങ് കൊടുക്കുക. റോമൻ ലെറ്റർ 2 ഇടുക, സെക്കൻഡറി ബാറ്ററീസ് ഹെഡിങ് കൊടുക്കുക. സെക്കൻഡറി ബാറ്ററി എന്താണെന്നാ പറഞ്ഞത് സ്വാലിഹ? സെക്കൻഡറി ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി. അതായത് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററി. അതാണ് സെക്കൻഡറി ബാറ്ററി. അപ്പൊ അത് എഴുതിക്കോളൂ. എ സെക്കൻഡറി സെൽ അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററി,
can be recharged and reused again and again. Full stop. Here the cell reaction can be reversed. By passing current in the opposite direction. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ആദ്യം പഠിച്ചില്ലായിരുന്നോ? ഈ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞ സാധനം പ്രൈമറി സെല്ല് തന്നെയാണ്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല എന്ന് പറയപ്പോ നിങ്ങൾക്ക് ലെഗ്രാഞ്ച് സെല്ലാണ് പഠിക്കാനുള്ളത് ബാറ്ററിയിൽ. ഈ ഡാനിയൽ സെല്ലും പ്രൈമറി സെല്ല് തന്നെയാണ്. അതായത് ഡാനിയൽ സെല്ലിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീചാർജ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സെല്ല് തന്നെയാണ് ഡാനിയൽ സെൽ. എന്റെ കാരണം എന്നാന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക, ഒരു ഡാനിയൽ സെല്ലിൽ നടക്കുന്ന മൊത്തം റിയാക്ഷൻ എന്താണ്? നമ്മൾ നെറ്റ് റിയാക്ഷൻ എഴുതിയിട്ടുണ്ട് ഡാനിയൽ സെല്ലിൽ. Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് Cu. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 0 ആണ്, ഇവിടെ +2 ആണ്. അതായത് സിങ്ക് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഓക്സിഡേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഓക്സിഡേഷൻ നമ്പർ കൂടി, 0-ൽ നിന്ന് 2+ ആയിട്ട് മാറി. എന്നാൽ കോപ്പറിന് സംഭവിച്ചിരിക്കുന്നത് റിഡക്ഷൻ ആണ്. കാരണം 2+-ൽ നിന്ന് 0 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് റിഡക്ഷൻ എഴുതാം. ഇത് ഡാനിയൽ സെല്ലിൽ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഇതിനെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. കാരണം ഒരു ഹെൽപ്പും ഇല്ലാണ്ട് തന്നെ നടക്കുന്ന റിയാക്ഷനാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ റിയാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് നടക്കണം എന്ന് വിചാരിക്കുക. അതായത് നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ ഈ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ എനർജി അങ്ങോട്ടേക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ റിയാക്ഷൻ എന്ത് ചെയ്യുള്ളൂ? തിരിച്ചങ്ങോട്ട് നടക്കുള്ളൂ. പക്ഷെ ഡാനിയൽ സെല്ലിന്റെ കേസിൽ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുത്താൽ പോലും എന്ത് ചെയ്യില്ല? ഈ റിയാക്ഷൻ റിവേഴ്സ് ആയിട്ട് നടക്കില്ല. അതുകൊണ്ടാണ് ഡാനിയൽ സെല്ലിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സെൽ എന്ന് പറയുന്നത്. അത് ഒരു തവണ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ തലയും കുത്തി പറഞ്ഞാലും അതെന്ത് ചെയ്യില്ല? തിരിച്ച് റിവേഴ്സ് റിയാക്ഷൻ നടക്കില്ല. റിവേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Cu വീണ്ടും Cu2+ ആവണം, സിങ്ക് 2+ വീണ്ടും സിങ്ക് ആവണം. അങ്ങനെ നടക്കില്ല. അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം ശരിക്കും. പക്ഷെ എനർജി കൊടുത്താൽ പോലും എന്ത് നടക്കില്ല? ഈ ഡാനിയൽ സെല്ലിന്റെ ഒന്നും കേസിൽ ആ റിയാക്ഷൻ നടക്കില്ല. പക്ഷെ സെക്കൻഡറി ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡറി ബാറ്ററിയിൽ ഇത് എങ്ങനെ ഒരു റിയാക്ഷൻ നടന്നോന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ജനറലി പറയുവാണ്, A gives B, ഇങ്ങനെ ഒരു റിയാക്ഷൻ നടന്നോന്ന് വിചാരിക്കാം. ഇതാണ് സെക്കൻഡറി ബാറ്ററിയിൽ നടന്ന ഒരു റിയാക്ഷൻ എന്ന് വിചാരിക്കുക. നമുക്ക് വേണമെങ്കിൽ ബീനെ A ആക്കി മാറ്റാം. എങ്ങനെ? എന്ത് ചെയ്താൽ മതി? നമ്മൾ കറണ്ട് കൊടുത്താൽ മതി അങ്ങോട്ടേക്ക്. കറണ്ട്, അതിനെയാണ് റീചാർജിങ് എന്ന് പറയുന്നത്. റീചാർജിങ്. അപ്പൊ നമ്മൾ റീചാർജ് ചെയ്താൽ മതി. അതായത് നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ B എന്ന് പറയുന്ന സാധനം വീണ്ടും A ആവും. എന്നിട്ട് A തന്നെ B ആയിക്കോളും. അതാണ് ഡിസ്ചാർജിങ്. അതായത് നിങ്ങൾ ഇപ്പൊ ആലോചിച്ച് നോക്കാം, മൊബൈലിന്റെ കാര്യം തന്നെ എടുക്കുക. നിങ്ങൾ മൊബൈൽ എന്ത് ചെയ്യും? രാത്രി റീചാർജ് ചെയ്യാൻ പറ്റും, പകല് മൊത്തം ഉപയോഗിക്കും, പിന്നെ വീണ്ടും നിങ്ങൾ റീചാർജ് ചെയ്യാൻ പറ്റില്ല രാത്രി ആകുമ്പോഴത്തേക്കും. അതിന്റെ കാരണം എന്നാ? അപ്പോഴത്തേക്ക് ഈ ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത് തീരാറായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്ചാർജിങ് ഓട്ടോമാറ്റിക്കലി നടന്നോളും. ഡിസ്ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾ കറണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ അതിങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു ഏകദേശം 10% എന്നൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും കൊണ്ടുപോയി. അപ്പൊ വീണ്ടും റീചാർജ് ആവും. അപ്പൊ ആ റിയാക്ഷൻ വീണ്ടും റിവേഴ്സ് ആവും, ചാർജ് ഫുൾ ആവും. വീണ്ടും നിങ്ങൾ കറണ്ടിൽ നിന്ന് ഊരുമ്പോൾ ബാറ്ററി വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങുന്നത്. അത് ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഒരു സൈഡിലേക്ക് തന്നെ നടക്കും. മറ്റേ സൈഡിലേക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അതായത് കറണ്ട് അങ്ങോട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നടക്കൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, മുദ്ദസ്സിർ നമ്മളുടെ ഒരു ഫോൺ മേടിച്ചു എന്ന് വിചാരിക്കുക. ഫോൺ മേടിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഫോണിന് 100% ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക.
മുദസ്സിർ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കയറി അതും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണിന്റെ ചാർജ് 5% ആയിരിക്കും. മുദസ്സിർ പറയാണ് 5% ഇങ്ങോട്ടാവാമെങ്കിൽ എന്നാൽ പിന്നെ അങ്ങോട്ടും തനിച്ചായിക്കൂടെ, ശരി 100% തിരിച്ച് അങ്ങോട്ട് തന്നെ ആയിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് മുദസ്സിർ ഇരുന്ന് കഴിഞ്ഞാൽ ഫോൺ ഓഫ് ആയിരിക്കുന്നല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. മുദസ്സിറിന് ഈ 5%ത്തിന് 100% ആക്കണം എന്നുണ്ടെങ്കിൽ മുദസ്സിർ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അല്ലാതെ 5% 100% ആവില്ല. എന്നാൽ 100% 5% ആവാൻ മുദസ്സിർ ഒന്നും ചെയ്യണ്ട, അത് തന്നെ ആയിക്കോളും, തന്നെ ആയിക്കോളും. ആ ഫോൺ അവിടെ ചുമ്മാ വെച്ചിരുന്നാലും മതി, തന്നെ 100-ൽ നിന്ന് അത് ഡിസ്ചാർജ് ചെയ്ത് 5% ആയിക്കോളും. അപ്പൊ ഒരു ഡയറക്ഷനിലേക്കുള്ള റിയാക്ഷൻ തന്നെ നടക്കും. മറ്റേ ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനത്തെ ബാറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെക്കൻഡറി ബാറ്ററീസ് എന്ന് വിളിക്കുക. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ സെക്കൻഡറി ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്താൽ മാത്രം ചാർജ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കുന്ന ബാറ്ററീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ബാറ്ററി. ഓക്കെ, അപ്പോ എക്സാമ്പിൾ എഴുതിക്കോളൂ. എക്സാമ്പിൾ താഴെ എക്സാമ്പിൾ ആയിട്ട് എഴുതുക. ലെഡ് സ്റ്റോറേജ് ബാറ്ററി എക്സാമ്പിൾ ആണ്. ഇങ്ങനെ എഴുതുക: ലെഡ് LED സ്റ്റോറേജ് ബാറ്ററീസ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ടോ സലാഹുദ്ദീനെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന്? ഇൻവെർട്ടർ ബാറ്ററീസ് ആണോ? ഇൻവെർട്ടറിലും നമ്മുടെ ഈ ബൈക്കിലും മറ്റേ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ ഉപയോഗിക്കില്ലേ, ആ സാധനമാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അപ്പൊ ലെഡ് സ്റ്റോറേജ് നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ ഉപയോഗിക്കുന്നതും ഇൻവെർട്ടറിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ്. അപ്പൊ താഴെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതുക. ഇവിടെ നമ്മൾ ഇതുപോലെ കാഥോഡ് ഏതാ, ആനോഡ് ഏതാ, റിയാക്ഷൻ ഏതാ, ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. എഴുതിക്കൊള്ളുക: കോമൺലി യൂസ്ഡ് ഇൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് എഴുതിയിട്ട് ഒരു സൈഡ് ഹെഡിങ് പോലെ എഴുതിയിട്ട് ഒന്നാമത്തെ പോയിന്റ് കോമൺലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് വണ്ടികളിലും ആൻഡ് ഇൻവെർട്ടറിലൊക്കെ. ഓട്ടോമൊബൈൽസ് ആൻഡ് ഇൻവെർട്ടേഴ്സ്. എന്നിട്ട് താഴെ അടുത്ത പോയിന്റ് ആയിട്ട് ആനോഡ്. എന്താണ് ആനോഡ് എന്ന് എഴുതുക. ആനോഡ് ലെഡ് തന്നെ, ലെഡ് ആണ് ആനോഡ്. അടുത്തത് കാഥോഡ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ എ ഗ്രിഡ് ഓഫ് ലെഡ് packed with lead dioxide. ബ്രാക്കറ്റില് PbO2 ആണ് ലെഡ് ഡയോക്സൈഡ്. അപ്പൊ അതാണ് കാഥോഡ്. ആനോഡ് ലെഡ് ആണ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങൾ ഈ ഫോണിൽ കണ്ടല്ലേ ഗ്രിഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുക്കി വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ ലെഡിന്റെ പീസുകൾ ഇങ്ങനെ അടുക്കി ഇങ്ങനെ നിരനിരയായിട്ട് അടുക്കി വെച്ചേക്കുന്നതാണ്. അതാണ് ഗ്രിഡ് ഓഫ് ലെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് PbO2. അപ്പൊ PbO2 കൂടെ ചേർത്ത് പാക്ക് ചെയ്തിരിക്കുന്നതാണ്. ശരി, അടുത്തത് ഇലക്ട്രോലൈറ്റ്. 38%, 38% സൾഫ്യൂരിക് ആസിഡ്. 38% സൾഫ്യൂരിക് ആസിഡ്, അതാണ് ഇലക്ട്രോലൈറ്റ്. അടുത്തത് റിയാക്ഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഇത് കാണാണ്ട് പിടിക്കുക കേട്ടോ. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ആനോഡ് ഏതാണ്? കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതാണ് ആനോഡ്, എന്താ കാഥോഡ്, എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് എല്ലാത്തിലും കാണാണ്ട് പിടിക്കുക. അടുത്തത് റിയാക്ഷൻസ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആദ്യം എഴുതുക. ഓക്സിഡേഷൻ ഇപ്പൊ എങ്ങനെയാണെന്ന് നോക്കുക. ലെഡ് ഉണ്ട്, ലെഡ് ആണല്ലോ നമ്മുടെ ആനോഡ്. ആ ലെഡ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിലെ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4 ആണല്ലോ. അതിന്റെ അകത്തുള്ള SO4 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇത് അക്വസ് ആണ് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക്
ലെഡ് സൾഫേറ്റ് കിട്ടുന്നു PbSO4 പ്ലസ് 2 ഇലക്ട്രോൺ. ഇത് സോളിഡ് ആണ്. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നമുക്ക് PbO2 ഉണ്ടല്ലോ, ലെഡ് ഡയോക്സൈഡ്, ഗ്രിഡ് ഓഫ് ലെഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്, അതും ഈ പറഞ്ഞ മാതിരി സൾഫ്യൂരിക് ആസിഡിലുള്ള SO4 റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് സൾഫ്യൂരിക് ആസിഡിലുള്ള SO4 H+ഉം ആയിട്ട് കേട്ടോ, SO4 പ്ലസ് H+ഉം റിയാക്ട് ചെയ്യും. അത് നമുക്ക് വേണമെങ്കിൽ H2SO4 എന്ന് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. H+ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, പ്ലസ് 2 ഇലക്ട്രോണിനെ മേടിക്കുന്നു. സോ യു വിൽ ബി ഗെറ്റിംഗ് PbSO4 അഗൈൻ. ഇവിടെ നിങ്ങൾക്ക് PbSO4 ആയിരിക്കും കിട്ടുന്നത്, പ്ലസ് 2 വാട്ടർ. ഇതാണ് ഒരു ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നടക്കുന്ന 2 റിയാക്ഷൻ. അതിന്റെ ഓവറോൾ റിയാക്ഷൻ നിങ്ങൾ പഠിക്കുക. ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ നെറ്റ് റിയാക്ഷൻ, അത് ലെഡ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് പ്ലസ് PbO2 in the solid state plus 2H2SO4 gives 2 PbSO4 plus 2 PbSO4 plus 2 water. ഇവിടെ ഒരു 4H+ ഉണ്ട് കേട്ടോ, ബാലൻസ് ചെയ്തിട്ട്. ഈ കാഥോഡ് റിയാക്ഷനിൽ 4H+ ഉണ്ട്. ഇനി ഒരു പോയിന്റ് ഇവിടെ താഴെ എഴുതിക്കൊള്ളുക. ഓൺ റീചാർജിങ് we can reverse the reaction. Reverse the reaction in the anode and cathode. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ നമുക്ക് നേരെ തിരിച്ച് നടത്താം. ആനോഡിൽ ഇപ്പൊ നടത്തുന്ന റിയാക്ഷന്റെ നേരെ റിവേഴ്സ് നടത്താം, കാഥോഡിൽ ഇപ്പൊ നടക്കുന്ന റിയാക്ഷന്റെ നേരെ റിവേഴ്സ് നടത്താം എന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. വായിച്ചു നോക്കിക്കോളൂ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ബാറ്ററീസ് തീർന്നു. ഇനി ഒരു ചെറിയൊരു ബാറ്ററിയും കൂടെ ഉണ്ട്, ഒരു നിക്കൽ കാഡ്മിയം ബാറ്ററി. അത് ജസ്റ്റ് എന്താന്ന് മാത്രം പഠിച്ചാൽ മതി. ഇത് രണ്ടും വായിച്ചു നോക്കി. അപ്പൊ ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്നുള്ളിടത്ത് 1ാമത് നമ്പർ കൊടുക്കുക. ഇനി 2ാമത് നമ്പർ കൊടുത്തിട്ട് നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് ഹെഡിങ് കൊടുക്കുക. 2ാമത് നമ്പർ കൊടുക്കുക, എന്നിട്ട് നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇതും ഒരു സെക്കൻഡറി ബാറ്ററിയാണ്, നിക്കൽ കാഡ്മിയം ബാറ്ററി. ആദ്യത്തെ പോയിന്റ് എഴുതുക. ലോങ്ങർ ലൈഫ്
than lead storage battery. അടുത്ത പോയിന്റ് more expensive. More expensive. അടുത്ത പോയിന്റ് ഓവറോൾ റിയാക്ഷൻ. ഓവറോൾ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി, കാണാണ്ട് അങ്ങ് പഠിക്കണം. ഓവറോൾ റിയാക്ഷൻ കാഡ്മിയം in the solid state plus 2 nickel hydroxide NiOH thrice in the solid state gives cadmium oxide in the solid state plus 2 NiOH twice plus water. ഇത്രയും പഠിച്ചാൽ മതി. റിയാക്ഷൻ കാണാണ്ട് പഠിക്കുക, അതിൻ്റെ അകത്തിന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. 2 പോയിന്റ് ഉള്ളൂ. ഒന്ന്, നിക്കൽ സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാൽ കുറച്ച് വില കൂടിയ ബാറ്ററിയാണ്. മാത്രമല്ല വില കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ ലൈഫും കൂടുതലായിരിക്കും. അതായത് കൂടുതൽ നാള് നിൽക്കും. ലെഡ് സ്റ്റോറേജ് ബാറ്ററിനേക്കാളും കൂടുതൽ നാള് ഉപയോഗിക്കാവുന്ന ബാറ്ററിയാണ് നിക്കൽ കാഡ്മിയം ബാറ്ററി. ഈട് നിൽക്കും കുറെ നാള് ആണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. സോ ഇതോടുകൂടി നമ്മുടെ ബാറ്ററീസ് എന്ന് പറയുന്ന സെഷൻ കഴിഞ്ഞു. അപ്പൊ എന്താണ് ബാറ്ററി എന്ന് പഠിക്കുക. റിക്വയർമെന്റ്, ഒരു നല്ല ബാറ്ററിക്ക് വേണ്ട 3 റിക്വയർമെന്റ് എന്താണെന്ന് പഠിക്കുക. 2 തരം ബാറ്ററി, പ്രൈമറി ബാറ്ററിയും സെക്കൻഡറി ബാറ്ററിയും പഠിക്കുക. അതിൽ തന്നെ ഡ്രൈ സെല്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പടം വരയ്ക്കാൻ അടക്കം പഠിക്കുക. റിയാക്ഷൻസ്, ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്. മെർക്കുറി സെല്ലിലെയും റിയാക്ഷൻ, കാഥോഡ്, ആനോഡ്, ഓറൽ റിയാക്ഷൻ, പിന്നെ ഇലക്ട്രോലൈറ്റ്. അതുപോലെ തന്നെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലും ഇത്രയും കാര്യങ്ങൾ പഠിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ജസ്റ്റ് കാണാണ്ട് പഠിക്കാനുള്ള കുറെ സാധനങ്ങളാണ് ഇനിയുള്ളത്. ഓക്കെ, എന്തെങ്കിലും എനി ഡൗട്ട്? അങ്ങനെയാണെങ്കിൽ അടുത്ത ഹെഡിങ് എല്ലാവരും എഴുതുക. ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെൽസ്. ഓക്കെ, ഇനി എല്ലാവരും കൂടെ ശ്രദ്ധിച്ചിരുന്നേ. നിങ്ങൾ ഈ തെർമൽ പവർ പ്ലാന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? തെർമൽ പവർ പ്ലാന്റ്. ശരിക്കും അവിടെ തെർമൽ പവർ പ്ലാന്റിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? എങ്ങനെയാണ് ഒരു തെർമൽ പവർ പ്ലാന്റിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയോ മാളവിക? ഇല്ല. നെസ്രിൻ അറിയോ? സ്റ്റീം ഉപയോഗിച്ചല്ലേ. അപ്പൊ എങ്ങനെ കിട്ടും സ്റ്റീം? സ്റ്റീം എങ്ങനെ കിട്ടും? ഹൈ ടെമ്പറേച്ചറിൽ വെള്ളത്തിൽ ചൂടാക്കും. ഹൈ ടെമ്പറേച്ചർ എങ്ങനെ കിട്ടും? അതറിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നുസ്രിൻ, നെസ്രിൻ പറഞ്ഞതൊക്കെ കറക്റ്റാ. പക്ഷെ അതിന്റെ ഹൈ ടെമ്പറേച്ചർ അവിടെ നിന്ന് കിട്ടുന്ന കൂടെ പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ശരിയാ. അറിയില്ല സാർ. ആർക്കെങ്കിലും എനിബഡി? മുദസ്സിർ പറഞ്ഞോ. ഫ്യൂവൽസ് കത്തിച്ചല്ല. അത് തന്നെ, ഫ്യൂവൽസ് കത്തിച്ച്. അതായത് ഫോസിൽ ഫ്യൂവൽസ്, നമ്മളുടെ കൽക്കരി അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, അങ്ങനെയുള്ള ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കും. കോള് പോലെയുള്ള ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കും. ധാരാളം ഇട്ടങ്ങ് കത്തിക്കും. അപ്പൊ അതിൽ നിന്ന് എന്ത് കിട്ടും? കത്തിക്കുമ്പോൾ കിട്ടണ ചൂട് കിട്ടും, അല്ലെ? ടെമ്പറേച്ചർ കിട്ടും. ആ ടെമ്പറേച്ചർ വെച്ചിട്ട് വെള്ളത്തിനെ വലിയ ബോയിലറിൽ വെള്ളം എടുക്കും. വെള്ളം എടുത്തിട്ട് വലിയ ബോയിലറിൽ വെള്ളം എടുത്ത് തിളപ്പിക്കും ഈ ചൂട് കൊണ്ട്. അങ്ങനെ വലിയ ബോയിലറിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ സ്റ്റീം ഉണ്ടാവും. ആ സ്റ്റീം വെച്ചിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് കറണ്ട് ഉണ്ടാക്കും. ഇതാണ് തെർമൽ പവർ പ്ലാന്റ് ചെയ്യണ പരിപാടി. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തെർമൽ പവർ പ്ലാന്റ്. അപ്പൊ തെർമൽ പവർ പ്ലാന്റിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം അവർ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യും. കോള് പോലെയുള്ള, കൽക്കരി പോലെയുള്ള ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യും. അങ്ങനെ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി വെച്ചിട്ട്, ഹീറ്റ് എനർജി വെച്ചിട്ട് വെള്ളം തിളപ്പിക്കും. വെള്ളം തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് പാത്രത്തിൽ തിളപ്പിക്കുന്ന മാതിരിയല്ല, വലിയ ബോയിലറിൽ വെള്ളം തിളപ്പിക്കും. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റീം വെച്ചിട്ട് എന്റെ ടർബൈൻ കറക്കിയാണ്. ഇപ്പൊ ഡാമിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെയാണ്? ഡാമിൽ വെള്ളം കെട്ടി നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകും, അല്ലെ? ഹൈ പ്രഷറിൽ താഴത്തോട്ട് ഒഴുകും.
എന്നിട്ട് ആ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടർബൈൻ കറക്കുന്നത്. പക്ഷെ തെർമൽ പവർ പ്ലാന്റിൽ വെള്ളം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫോസിൽ ഫ്യൂവൽ കത്തിച്ചിട്ടുള്ള എനർജി വെച്ച് വെള്ളം തിളപ്പിക്കും. വെള്ളം തിളപ്പിച്ചിട്ട് ആ സ്റ്റീം വെച്ചിട്ട് ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാക്കും. കാരണം ഈ ഫ്യൂവൽസ് ഇങ്ങനെ കത്തിച്ച് പൊല്യൂഷൻ, ഭയങ്കര പൊല്യൂട്ടഡ് ആവും നമ്മുടെ അറ്റ്മോസ്ഫിയർ. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റുമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ അത്രയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തീരെ ഒഴിവാക്കാൻ പറ്റുമൊന്നുമില്ല. എന്നാലും നമുക്ക് മറ്റ് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡുകളിലേക്ക് പോകേണ്ടി വരും. കാരണം ഈ പൊല്യൂഷൻ തന്നെയാണ് മേജർ റീസൺ. മാത്രമല്ല എഫിഷ്യൻസിയും കുറവാണ്. തെർമൽ പവർ പ്ലാന്റിന്റെ ഒക്കെ എഫിഷ്യൻസി നമ്മൾ മുടക്കുന്ന എനർജി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി വളരെ കുറവാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു 100 ഹീറ്റ് എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു 30 ഇലക്ട്രിക്കൽ എനർജി ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന അത്ര എനർജി നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റ് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡുകളിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫ്യൂവൽ സെൽസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഫ്യൂവൽ സെൽസ്, ഇപ്പൊ ഫ്യൂവൽ സെൽസിൽ ഇതുപോലെ തന്നെയുള്ള റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊല്യൂഷൻ ഒന്നുമില്ല. ഈ കെമിക്കൽ എനർജീനെ നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സെല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഗാൽവാനിക് സെല്ലാണ്. ഗാൽവാനിക് സെൽ എന്താ ചെയ്യുന്നത്, കെമിക്കൽ എനർജീനെ നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പൊല്യൂഷൻ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാവുന്നില്ല, ടർബൈൻ കറക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പല ഉപകാരങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്? അപ്പൊ എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് വർക്ക് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ഞാൻ ആ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനത് എന്താണെന്ന് പറയാം. ഇത് വരയ്ക്കാൻ ഞാൻ സമയം തരാം കേട്ടോ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കിക്കോ. അതിനകത്ത് ഇതുപോലെ ഇവിടെ നിന്ന് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നുണ്ട് ഒരു കമ്പാർട്ട്മെന്റ്, ഇതുപോലെ ഒരു കമ്പാർട്ട്മെന്റ് ഇവിടെ നിന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ 2 റോഡ് വെച്ചിട്ടുണ്ട്, മെറ്റൽ റോഡ്. ഇത് 2 ഗ്രാഫൈറ്റിന്റെ റോഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് കാഥോഡ്, ഇതാണ് ആനോഡ്. ഈ 2 മെറ്റൽ റോഡ്സ് ഇങ്ങനെ വെച്ചേക്കുവാണ്. അതിന്റെ ഒരെണ്ണം കാഥോഡും ഒരെണ്ണം ആനോഡുമായിട്ട് ആക്ട് ചെയ്യും. ഇതിന്റെ ഉള്ളിൽ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ആണ് അക്വസ് NaOH സൊല്യൂഷൻ. എന്താണ് അക്വസ് NaOH സൊല്യൂഷൻ? പിന്നെ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന 2 ഇലക്ട്രോഡ് ഉണ്ട്, ചുവന്ന വരയും നീല വരയും വെച്ചിട്ട്. അതാണ് ഇലക്ട്രോഡുകളാണ്, 2 ഇലക്ട്രോഡുകളാണ് വെച്ചിരിക്കുന്നത്. ആ ഇലക്ട്രോഡിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് പോറസ് ഇലക്ട്രോഡാണ്. എന്താണ് പോറസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ആ ഇലക്ട്രോഡില്. സുഷിരത്തേക്കിടെ NaOH വലിച്ചിറങ്ങി വരുമൊന്നുമില്ല, അത്രയും വലിയ സുഷിരമൊന്നും അല്ല. തീരെ കുഞ്ഞു സുഷിരങ്ങൾ എവിടെയുണ്ട്, നമ്മളുടെ ഈ പറയുന്ന ഇലക്ട്രോഡിലുണ്ട്, പോറസ് ഇലക്ട്രോഡ്. മാത്രമല്ല നമ്മൾ ആ ഇലക്ട്രോഡിന്റെ ഉള്ളില് നമ്മൾ കാറ്റലിസ്റ്റ് വച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കാറ്റലിസ്റ്റും കൂടെ വച്ച് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പലേഡിയോ പ്ലാറ്റിനോ അങ്ങനെയുള്ള കാറ്റലിസ്റ്റ്, കാരണം റിയാക്ഷൻ പെട്ടെന്ന് നടക്കാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫ്യൂവൽ സെല്ലിന്റെ ഒരു ഇനീഷ്യൽ അറേഞ്ച്മെന്റ്. എന്തൊക്കെയാണ്, 2 ഇലക്ട്രോഡ് ഉണ്ട്, ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന്റെ ഉള്ളിൽ നമ്മൾ 2 ഇലക്ട്രോഡ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ 2 ഇലക്ട്രോഡിന്റെ നേച്ചർ എന്താണ്, പോറസ് ഇലക്ട്രോഡാണ്. അതായത് സുഷിരങ്ങളുള്ള ഇലക്ട്രോഡുകളാണ് ഇത് രണ്ടും. അതിന്റെ ഒരെണ്ണം കാഥോഡും ഒരെണ്ണം ആനോഡും ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ആ 2 ഇലക്ട്രോഡുകളുടെ ഇടയിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന്, ഈ ആനോഡ് എന്ന് പറയുന്ന സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യും. ഈ കാഥോഡ് എന്ന് പറയുന്ന സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യും. ഇങ്ങനെയാണ്. അപ്പൊ ആനോഡ് എന്ന് പറഞ്ഞാൽ ഗാൽവാനിക് സെൽ ആയതുകൊണ്ട് ആനോഡ് നെഗറ്റീവ് ആണ്,
കാഥോഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് എവിടെ നിന്ന് പാസ് ചെയ്യും? നമ്മൾ ആനോഡിൽ നിന്ന് പാസ് ചെയ്യും. കാഥോഡിൽ നിന്ന് നമ്മൾ ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്നത് ഞാൻ പറയാം. നമ്മൾ ഈ പാസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടല്ലോ, അത് ഈ പറയുന്ന ഈ മെറ്റലിന്റെ സുഷിരം വഴി, ഇവിടെയൊക്കെ നമ്മളുടെ ചെറിയ 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 സുഷിരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഈ മെറ്റാലിക് റോഡിന്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരത്തിന്റെ ഉള്ളിൽ കൂടി എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ ഗ്യാസും ഇതിന്റെ ഈ സൊല്യൂഷന്റെ ഉള്ളിലോട്ട് കിടക്കും, സൊല്യൂഷന്റെ ഉള്ളിലേക്ക് കിടക്കും. അപ്പൊ നമ്മുടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഈ ആനോഡിൽ അപ്പൊ എന്ത് നടക്കും? ഈ നമ്മളുടെ ഹൈഡ്രജൻ ഗ്യാസ് ഉള്ളിലോട്ട് കയറും. നമ്മൾ ഹൈഡ്രജൻ എടുക്കുന്നു. ആ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? നമ്മളുടെ ഈ NaOH-ലുള്ള ഈ OH- അയോൺ ഉണ്ടല്ലോ, അതുമായിട്ട് റിയാക്ട് ചെയ്യും. NaOH-ലുള്ള OH- അയോണുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ്, ഇപ്പൊ അതിന് ബാലൻസ് ചെയ്ത് എഴുതണം, 2H2 + 4OH-. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് വാട്ടർ. നമുക്ക് വാട്ടർ കിട്ടുന്നു പ്ലസ് ഇലക്ട്രോൺസ്, 4 ഇലക്ട്രോൺസ്. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. എന്താണ് ഞാൻ എന്താ ചെയ്തത്? ഹൈഡ്രജൻ ഗ്യാസ് ആനോഡിൽ കൂടി പാസ് ചെയ്തു. അപ്പൊ ആനോഡിന്റെ സുഷിരങ്ങളുടെ ഉള്ളിൽ കൂടി അത് ആ സൊല്യൂഷന്റെ അകത്തേക്ക് കയറി. ആ സൊല്യൂഷനിലുള്ള NaOH-ലുള്ള OH- റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്നു, ഇലക്ട്രോൺസും ഉണ്ടാവുന്നു. ഇതാണ് നമ്മളുടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പൊ ഇലക്ട്രോൺ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓക്സിഡേഷൻ. സോ ദിസ് ഈസ് ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇനി എന്ത് സംഭവിക്കും? ഇനി കാഥോഡിൽ എന്ത് റിയാക്ഷൻ നടക്കണമെന്ന് നോക്കാം. കാഥോഡിലേക്കാണ് നമ്മൾ പാസ് ചെയ്തത് ആരാണ്? ഓക്സിജൻ ഗ്യാസിനെയാണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ ഇപ്പൊ ആനോഡിൽ ഉണ്ടായിരിക്കുന്ന ഈ വാട്ടർ ഉണ്ടല്ലോ, ഈ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. സോ ദിസ് വാട്ടർ, ഓക്സിജൻ, ആനോഡില് ഈ ഓക്സിഡേഷൻ വഴി ഉണ്ടായ വാട്ടറും ഈ ഓക്സിജനും പിന്നെ ഈ ഇലക്ട്രോണും, ഇവിടെ ഇലക്ട്രോൺ ഉണ്ടായിട്ടുണ്ടല്ലോ, ആ ഇലക്ട്രോണിനെ കൂടെ കൺസ്യൂം ചെയ്യും. 4 ഇലക്ട്രോൺസ്. ഈ ഉണ്ടായ ഇലക്ട്രോണിനെ കൂടെ കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 4OH-. ഈ OH- തിരിച്ചു കിട്ടും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആനോഡില് ഉപയോഗിക്കപ്പെട്ട OH- കാഥോഡില് വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ആനോഡിൽ OH- ഉപയോഗിക്കപ്പെട്ടു, കാഥോഡിൽ OH- റീജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്ത് പറയാം? OH- കോൺസെൻട്രേഷന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. കാരണം ഒരിടത്ത് OH- ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മറ്റേ അടുത്തുനിന്ന് OH- ഉണ്ടാവുന്നുണ്ട്. അതായത് NaOH-ലുള്ള OH- അളവിന് അപ്പൊ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന രണ്ട് ആനോഡിക് റിയാക്ഷൻ, കാഥോഡിക് റിയാക്ഷൻ. അപ്പൊ എന്തൊക്കെയാണ്? ആനോഡിൽ കൂടി നമ്മൾ ഹൈഡ്രജൻ പാസ് ചെയ്യുന്നു. ആ ഹൈഡ്രജൻ NaOH-ലുള്ള OH-ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടറും ഇലക്ട്രോണും ഉണ്ടാവുന്നു. ഈ വാട്ടറും ഇലക്ട്രോണും എവിടെ കൺസ്യൂം ചെയ്യും? നമ്മുടെ കാഥോഡിൽ കൂടി നമ്മൾ ഓക്സിജൻ പാസ് ചെയ്യുന്നുണ്ട്. ആ ഓക്സിജൻ ഇവിടെ ഉണ്ടായ ഈ വാട്ടറും ഇലക്ട്രോണിനെ കൺസ്യൂം ചെയ്തിട്ട് വീണ്ടും OH- ഉണ്ടാവുന്നു. അപ്പൊ OH- വീണ്ടും തിരികെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കണം. അപ്പൊ നെറ്റ് റിയാക്ഷൻ എഴുതി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇവിടെ 4OH- ഉണ്ട്, ഇവിടെയും 4OH- ഉണ്ട്, അത് വെട്ടിപ്പോവും. പിന്നെ ഇവിടെ വാട്ടർ, 4 വാട്ടറും ഇവിടെ 2 വാട്ടറും. അപ്പൊ ഇനി ബാക്കി ഇവിടെ 2 വാട്ടർ മാത്രമേ ബാക്കിയുള്ളൂ. ഈ 4 ഇലക്ട്രോണും വെട്ടിപ്പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2H2 plus O2 gives 2H2O. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വാട്ടർ ആണ് ഉണ്ടാവുന്നത്. 2H2 plus O2 gives വാട്ടർ. ആ വാട്ടറിന് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പുറത്തോട്ട് എടുക്കാം. സോ യു ക്യാൻ ടേക്ക് വാട്ടർ. ഇതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. അപ്പൊ ഈ റിയാക്ഷന്റെ എനർജി, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ എനർജി ഉണ്ടല്ലോ, ആ എനർജിനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. അറിയുള്ളൂ. ഇതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ. സോ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. ഓക്കെ. അപ്പൊ എല്ലാരും ഫ്യൂവൽ സെൽ എന്നുള്ളിടത്ത് താഴെ ഞാൻ പറയുന്ന സെന്റൻസുകൾ എഴുതിക്കോ. സർ, യെസ്. കാഥോഡിലൂടെ കിടക്കുന്ന ഓക്സിജൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞത്? വാട്ടർ. ആനോഡിൽ ഉണ്ടായ വാട്ടർ, ആനോഡ് റിയാക്ഷൻ വഴി ഉണ്ടായ വാട്ടറും ഇലക്ട്രോണുമായിട്ട് റിയാക്ട് ചെയ്യും. എഴുതിക്കൊള്ളുക. ഫ്യൂവൽ സെല്ലിന്റെ താഴെ ദീസ് ആർ ഗാൽവാനിക് സെൽസ്. These are galvanic cells. These are galvanic cells which convert
which convert the energy of നിങ്ങളുടെ പുസ്തകത്തിൽ എനർജി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഫ്യൂവൽ സെല്ലിൽ അങ്ങനെ കമ്പസ്റ്റൻ ഒന്നും നടക്കണമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ പുസ്തകത്തിൽ കമ്പസ്റ്റൻ എഴുതിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. തൽക്കാലം നിങ്ങൾ അങ്ങനെ പഠിച്ചോ. ആക്ച്വലി ഇതൊരു കമ്പസ്റ്റൻ റിയാക്ഷൻ ഒന്നും അല്ല. ഓക്സിജന്റെ പ്രസൻസിൽ കത്തണമൊന്നുമില്ല ഇവിടെ. പുസ്തകത്തിൽ നിങ്ങൾക്ക് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ലോവർ ക്ലാസ് ആയതുകൊണ്ട് പിള്ളേർക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചെഴുതിയിരിക്കണായിരിക്കും എന്ന് കരുതണോ. എനിവേ ആക്ച്വലി ഇവിടെ കമ്പസ്റ്റൻ ഒന്നും നടക്കുന്നില്ല കേട്ടോ. അത് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചോളുക. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, പുസ്തകത്തിലുള്ള മാതിരി പഠിച്ചാൽ മതി. ഫ്യൂവൽ സെൽസ് ആർ ഗാൽവാനിക് സെൽസ് വിച്ച് കൺവേർട്ട് the energy of combustion of fuels like hydrogen, methane, methanol, etc. directly into electrical energy. അതായത് ഹൈഡ്രജനും മീഥൈനും ഒക്കെ കമ്പസ്റ്റൻ ചെയ്തുണ്ടാകുന്ന ആ കെമിക്കൽ എനർജീനെ നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് കമ്പസ്റ്റൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ, ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ അല്ലേ ഇപ്പൊ റിയാക്ട് ചെയ്തത്. അപ്പൊ അതിനെയാണ് ഇവര് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. ആക്ച്വലി ഇത് കമ്പസ്റ്റൻ ഒന്നും അല്ല, പക്ഷെ എന്നാലും ഇവരങ്ങനെയാണ് പറഞ്ഞേക്കണേ. അപ്പൊ തൽക്കാലം നിങ്ങൾ അങ്ങനെ പഠിച്ചോ. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യുന്നതിനെയാണ് ഇവര് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന റിയാക്ഷനിലെ കെമിക്കൽ എനർജീനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ ഹൈഡ്രജന് പകരം നമുക്ക് വേണമെങ്കിൽ മീഥേൻ ഉപയോഗിക്കാം, മെഥനോൾ ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞേക്കണേ. പക്ഷെ നമ്മൾ ആക്ച്വലി ഇവിടെ ഹൈഡ്രജന്റെ എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതിക്കൊള്ളുക. One example of fuel cell is hydrogen oxygen fuel cell. Hydrogen ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഓക്സിജൻ, hydrogen-oxygen fuel cell. One example of fuel cell is hydrogen oxygen fuel cell. Full stop. It is used in the Apollo space program. It is used in the Apollo space program. Apollo space program. അപ്പോളോ സ്പേസ് പ്രോഗ്രാം. എന്നിട്ട് നിങ്ങൾ ഈ ഫ്യൂവൽ സെല്ലിന്റെ പടം ഒന്ന് വരച്ചെടുത്തേ. ഈ ഫ്യൂവൽ സെല്ലിന്റെ പടം വരയ്ക്കുക താഴെ.
എഴുതിക്കൊള്ളുക. ഹിയർ താഴെ എഴുതുക. ഹിയർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ here hydrogen and oxygen are bubbled through hydrogen and oxygen are bubbled എന്ന് എഴുതാൻ മനസ്സിലായില്ലെങ്കിൽ പാസ്ഡ് എന്ന് എഴുതിയാലും മതി. passed through hydrogen and oxygen are passed through porous carbon electrodes. porous 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 carbon electrodes. Hydrogen and oxygen are passed through porous carbon electrodes into concentrated aqueous sodium hydroxide solution. Into concentrated aqueous NaOH solution. NaOH solution. Full stop. To increase the rate of reaction, comma, catalysts like finely divided platinum or palladium are filled in the electrode. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡിന്റെ അകത്ത് പലേഡിയോ പ്ലാറ്റിനോ പോലെയുള്ള സാധനങ്ങൾ കൂടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാനായിട്ട് എന്നാ പറഞ്ഞ അതിന്റെ അർത്ഥം. ഇനി താഴെ എഴുതുക ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആർ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് ആനോഡിന്റെ കാഥോഡിന്റെ റിയാക്ഷൻ എഴുതിയെടുത്ത് ഇത് ആനോഡ് റിയാക്ഷൻ, ഇത് കാഥോഡ് റിയാക്ഷൻ എഴുതിയെടുത്ത് ഈ അടിയിൽ വരച്ചൊന്നും വരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഫിസിക്കൽ സ്റ്റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞേരെ. ഇവിടെ 2 ഹൈഡ്രജൻ എന്നുള്ളത് ഗ്യാസ് ആണ്, ഇവിടെ OH എന്നുള്ളത് അക്വസ് ആണ്, വാട്ടർ എന്നുള്ളത് ലിക്വിഡ് ആണ്. അതുപോലെ ഇവിടെ ഓക്സിജൻ ഗ്യാസ് ആണ്, വാട്ടർ ലിക്വിഡ് ആണ്, OH അക്വസ് ആണ്. അത് രണ്ടും എഴുതിയവര് ഓവറോൾ റിയാക്ഷൻ്റെ എഴുതുക. ഈ നെറ്റ് റിയാക്ഷൻ്റെ എഴുതുക താഴെ കിടക്കണ. അവിടെ നിങ്ങൾ ഈ ഫിസിക്കൽ സ്റ്റേറ്റ് നൽകിയിട്ട് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഓക്സിജനും ഗ്യാസ് ആണ്, വാട്ടർ ലിക്വിഡ് ആണ്. എഴുതിയോ?
അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡ് ഹെഡിങ് ആയിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽസ്, ഫ്യൂവൽ സെല്ലിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽസ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇറ്റ് വർക്ക്സ് കണ്ടിന്യൂസ്ലി. It works continuously as long as the reactants are supplied. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം? അത് റിയാക്ടൻസ് കൊടുക്കുന്നത്രോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന. നമ്മൾ എത്ര നേരം റിയാക്ടന്റ് കൊടുക്കുന്നുണ്ടോ അത്രയും നേരം ഇത് വർക്ക് ചെയ്തോളുന്നു. നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും എന്തോരം നേരം സപ്ലൈ ചെയ്യുന്നോ അത്രയും നേരം ഇത് വർക്ക് ചെയ്തോണ്ടിരുന്നോളും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, it has a higher efficiency. ബ്രാക്കറ്റിൽ about 70%. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കമ്പയർഡ് ടു, it has a higher efficiency ബ്രാക്കറ്റിൽ about 70% compared to other conventional cells. അതായത് ഇതിന് 70% എഫിഷ്യൻസി ഉണ്ടെന്ന് ഈ ഫ്യൂവൽ സെല്ലിന്. ഈ 70% എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം ആവണി? 70% എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ല. 70% എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്ര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നാണോ? എന്നാ പിന്നെ 60% എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ, ഈ 70 എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താന്ന് ഞാൻ ചോദിച്ചത്. അറിയില്ല സാർ. എന്താ ഫാരിസ 70% എഫിഷ്യൻസി എന്ന് പറഞ്ഞ അർത്ഥം? എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൽ 100-ൽ വെച്ച് നോക്കുമ്പോ അതിന് 70 ഇത് കൂടുതലുണ്ട്, ബാക്കി 30% എഫിഷ്യൻസി കുറവായിരിക്കും എന്ന് വെച്ചാ ഫാരിസ് എന്ത് മനസ്സിലാക്കുന്ന ഞാൻ ചോദിച്ചത്. 70% ഈ 100 എന്നൊക്കെ പറയുമ്പോ എന്ത് 100 എന്നാ ഉദ്ദേശിക്കുന്നത്? അതിനെ ടോട്ടൽ 100-ൽ എടുക്കും എഫിഷ്യൻസി. അത്ര ശരിയല്ല. ഇച്ചിരോടെ ക്ലിയർ ആയിട്ട് പറയണം. ശതമാനം എപ്പോഴും നമ്മൾ 100-ലാണല്ലോ പറയുന്നത്. അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണല്ലോ. അതിപ്പോ നമ്മൾ 100-ലായിരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്താണ് ഇപ്പൊ ഇതിന്റെ കേസിൽ എഫിഷ്യൻസി? ഫാരിസിന് 100-ൽ 70 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ബാറ്ററിക്ക് 70% എഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ 70 മാർക്ക് ഉണ്ടെന്നാണോ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. ഓക്കെ. മുദ്ദസർ കൈ പൊക്കുന്നുണ്ടല്ലോ അവിടെ ഇരുന്നുണ്ട്. അതായത് 100% റിയാക്ടൻസ് നമ്മൾ കൊടുക്കുമ്പോൾ 70% തിരിച്ചു കിട്ടുന്നല്ലേ? അതെ. നമ്മൾ 100% അങ്ങോട്ടേക്ക് കൊടുക്കുക. അതായത് എനർജി നമ്മൾ ഇൻപുട്ട് 100% അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 70% കിട്ടുന്നതെന്ന്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. 70% എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ 100% ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് 70% തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നത്. അതാണ് 100% അങ്ങോട്ട് കൊടുത്തിട്ട് 100% ഇങ്ങോട്ട് കിട്ടുന്ന ഏതെങ്കിലും പ്രോസസ് ഉണ്ടോ? അങ്ങനെ പ്രോസസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരിടത്തും കിട്ടില്ല. 100% എഫിഷ്യൻസി ഉള്ള വർക്കിംഗ് ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും ഇല്ല. ഇതിന് 70% എഫിഷ്യൻസി വരെ അറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഫ്യൂവൽ സെല്ലിന്. ഓക്കെ. അപ്പൊ അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എഴുതിക്കൊള്ളുക. തേർഡ് വൺ, ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യവും അത് തന്നെയാണ്, എക്കോ ഫ്രണ്ട്ലി ആവുക എന്നുള്ളത്. ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി.
ബ്രാക്കറ്റില് പൊല്യൂഷൻ ഫ്രീ എന്ന് എഴുതിക്കൊള്ളുക. പൊല്യൂഷൻ ഫ്രീ. പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല. നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് വാട്ടർ ഒബ്റ്റെയിൻഡ് can be used for drinking. Water obtained can be used for drinking. അതായത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് വഴി വാട്ടറിൽ കിട്ടുന്ന അവസാനം അത് കുടിക്കാൻ ഉപയോഗിക്കാം. ഇതിപ്പോ ഈ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന്റെ ആസ്ട്രോണറ്റ്സിന് കുടിക്കാൻ കൊടുത്തത് ഇതിന്റെ അകത്തുനിന്ന് കിട്ടിയ വെള്ളം തന്നെയാണ്. ആ വെള്ളമാണ് അവർ ആ വെള്ളം കുടിച്ചാണ് ജീവിച്ചത്. ഈ സ്പേസ് പ്രോഗ്രാമിൽ പോയ ആസ്ട്രോണറ്റ്സ് ഒക്കെ ഇതിന്റെ അകത്തുനിന്നുണ്ടായ വെള്ളം തന്നെയാണ് കുടിച്ചത്. അപ്പൊ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ. കഴിഞ്ഞു, ഇത്ര ഉള്ളൂ ഫ്യൂവൽ സെല്ല്. ഒന്ന് വായിച്ചു നോക്കിക്കേ. അപ്പൊ ഡയഗ്രാം പഠിക്കുക, വർക്കിംഗ് പഠിക്കുക, റിയാക്ഷൻ പഠിക്കുക, അഡ്വാൻറ്റേജ് പഠിക്കുക. മോളെ സർ ഭീമായ ആദ്യം വിളിച്ചത്. ഭീമ എന്നാ ഭീമ ഡയഗ്രത്തിന്റെ മുകളിലെ ഭാഗം ഒന്ന് കാണിച്ചു തരൂ. സർ ഓക്സിജൻ കാഥോഡിൽ വഴി എൻ്റർ ചെയ്യുന്നില്ലേ, അവിടെ തൊട്ട് ഒന്നും കൂടെ പറയാവോ? ആദ്യം പറഞ്ഞ ആ കാര്യമൊക്കെ. പറയാം. അതായത് ആനോഡിൽ എന്താ നടക്കുന്നത്? ഹൈഡ്രജൻ ആണ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രജൻ ആ പോറസ് കാഥോഡ് വഴി എൻ്റർ ചെയ്തിട്ട് ആ അക്വസ് NaOHലുള്ള OH- റിയാക്ട് ചെയ്യും. ഏത്? ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് വാട്ടറും കിട്ടും, ഇലക്ട്രോൺസും കിട്ടും. അപ്പോഴാണ് നമ്മൾ ഇപ്പുറത്തേക്കിടെ ഓക്സിജനെ കയറ്റുന്നത്. ഓക്സിജൻ ഇപ്പുറത്തേക്കിടെ കയറി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി വാട്ടറും ഇലക്ട്രോണും ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലോ. ആ വാട്ടറും ഇലക്ട്രോണും ആയിട്ട് ഈ ഓക്സിജൻ അങ്ങ് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് OH- വീണ്ടും തിരിച്ചു കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഹൈഡ്രജൻ ഉപയോഗിച്ച OH- മൊത്തം ഓക്സിജൻ തിരിച്ചു കൊടുത്തു എന്ന് പറയാം. ഹൈഡ്രജന്റെ കമ്പാർട്ട്മെന്റിൽ OH- യൂസ് ചെയ്യുകയാണ് ചെയ്തത്, പക്ഷെ ഓക്സിജന്റെ കമ്പാർട്ട്മെന്റിൽ OH- തിരിച്ചുണ്ടാവുകയാണ് ചെയ്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടെ എടുത്തിരിക്കുന്ന NaOH കോൺസെൻട്രേഷൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല. NaOH കോൺസെൻട്രേഷൻ മാറണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള OH കോൺസെൻട്രേഷൻ മാറണം. OH കോൺസെൻട്രേഷൻ മാറുന്നില്ല, കാരണം ഒരിടത്ത് OH യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റേടത്ത് OH ഉണ്ടാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ വാട്ടർ എടുക്കൂന്നൊക്കെ നേരത്തെ പറഞ്ഞതോ? വാട്ടർ എടുക്കുന്ന പറഞ്ഞത് ഹൈഡ്രജൻ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായ വാട്ടറിനെ ഓക്സിജൻ കൺസ്യൂം ചെയ്തപ്പോഴല്ലേ OH- ഉണ്ടായത്. എന്താ അഭിമോക്ക പിന്നെ ഉള്ള സംശയം എനിക്ക് മനസ്സിലായില്ല. സംശയം കുറച്ചും കൂടെ ഒന്ന് പിൻ പോയിന്റ് ചെയ്ത് ചോദിക്കാമോ? ആനോഡ് റിയാക്ഷൻ വഴി ഉണ്ടായ വാട്ടർ മൊത്തമായും ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനിൽ എടുക്കണ്ടോ? ഇല്ല. അതായത് ആനോഡ് റിയാക്ഷൻ വഴി ഉണ്ടായ വാട്ടർ നോക്കുക, 4 വാട്ടർ. ഓക്സിജനുമായിട്ടുണ്ടായ റിയാക്ഷൻ വഴി ഉണ്ടാകുന്നത് 2 വാട്ടർ. ഇത് നമ്മളുണ്ടല്ലോ ഈ മാത്തമാറ്റിക്കലി 4 വാട്ടർ 2 വാട്ടർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ റിയാക്ഷൻ നടക്കുമ്പോൾ മീൻസ് നമ്മൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തു, വാട്ടർ കൺസ്യൂം ചെയ്തു, അങ്ങനെ പറയുന്നുള്ളൂ. അത് മൊത്തമായിട്ടും എടുക്കാത്തത് കൊണ്ടാണല്ലോ അവിടെ മിച്ചം വന്നത്. അതായത് നമ്മളുടെ ഓവറോൾ റിയാക്ഷനിൽ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമായിട്ടുള്ള കൊറോഷൻ എല്ലാവരും ഹെഡിങ് കൊടുത്തോളുക. കൊറോഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ കൊറോഷൻ? എന്നാ ആൻമേരി ബെന്നി കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാർ ഈ തുരുമ്പൊക്കെ പിടിക്കണേനാണോ അങ്ങനെ പറയണേണോ? നിങ്ങൾ ഈ തുരുമ്പ് പിടിക്കണതിന് മാത്രമല്ല, തുരുമ്പ് പിടിക്കുന്നതും ഒരു കൊറോഷനാണ്. അതായത് ഇപ്പൊ ആൻമേരി ബെന്നി പറഞ്ഞത് നമ്മുടെ ഇരുമ്പിന്റെ കൊറോഷനാണ്. ഇരുമ്പിനാണ് തുരുമ്പെടുക്കുന്നത്, അല്ലെ? ഇരുമ്പാണ് തുരുമ്പെടുക്കുന്നത്. മറ്റ് പല വസ്തുക്കളും കൊറോഡ് ചെയ്യും. ഇപ്പൊ സിൽവർ കൊറോഡ് ചെയ്യും, കോപ്പർ കൊറോഡ് ചെയ്യും, ചെമ്പ് കൊറോഡ് ചെയ്യും, ഇതെല്ലാം കൊറോഡ് ചെയ്യും. അതിന് തുരുമ്പെടുക്കുക എന്നല്ല നമ്മൾ പറയുന്നത്. ചിലത് നമ്മൾ ക്ലാവ് പിടിച്ചു എന്ന് പറയും, അല്ലെ? ചില മലയാളത്തിൽ പറയും ക്ലാവ് പിടിച്ചു എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളും കൊറോഡ് ചെയ്യാറുണ്ട്.
അപ്പൊ ഈ ഒരു മെറ്റൽ നശിച്ചു പോകുന്നതിനാണ് ബേസിക്കലി കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഒരു മെറ്റൽ എപ്പോഴാണ് നശിക്കുന്നത്? അത് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നശിക്കുന്നത്. അതായത് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ മെറ്റൽ നശിച്ചു പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നശിക്കാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോക്കിക്കൊള്ളാം. ആ കാരണം നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇപ്പൊ അയൺ എന്ന് പറയുന്ന സാധനം, അയൺ, ഈ അയൺ എന്ന് പറയുന്ന സാധനം നമ്മളുടെ നേച്ചറിൽ കാണപ്പെടുന്നത്, നമ്മളുടെ പ്രകൃതിയിൽ കാണപ്പെടുന്നത് ശുദ്ധമായ അയണായിട്ടൊന്നും അല്ല, അതിന്റെ ഓക്സൈഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്, Fe2O3. അയൺ ഇങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്നത്, അല്ലാണ്ട് അയണായിട്ടല്ല, Fe ആയിട്ടല്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന അയൺ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ അയണാണ്? പ്യുവർ അയണാണ് അല്ലെ? അയൺ Fe2O3 ഒന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മള് ജനലും വാതിലും ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അയൺ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ അയണാണ്. അപ്പൊ ഈ ശുദ്ധമായ അയണിനെ എങ്ങനെയായിരിക്കും കിട്ടിയത്? ഈ Fe2O3 നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതായിരിക്കും. അതായത് Fe2O3 ആയിരുന്നു പ്രകൃതിയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് എന്ത് സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പ്രകൃതിയിൽ നിന്ന് എടുക്കാനല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് അയൺ ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രകൃതിയിൽ നിന്ന് കിട്ടിയ അയൺ ഓക്സൈഡിനെ നമ്മൾ എന്തൊക്കെയോ പ്രോസസ്സ് ചെയ്ത് അവസാനം ശുദ്ധമായ അയണാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കലി കെമിസ്ട്രി പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലാത്ത ഒരാളായിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളെ പറഞ്ഞിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവസാനം കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി എന്ന് വിചാരിക്കുക. പെട്ടെന്നാണ് എനിക്ക് ഒരു ദിവസം മലേറിയ പിടിച്ച് ഞാൻ കിടപ്പിലായിരുന്നു വിചാരിക്കുക. ഞാൻ മലേറിയ പിടിച്ച് കിടപ്പിലായി. അപ്പൊ നിങ്ങൾ അതൊരു അവസരമാക്കി കണക്കാക്കി, അതെ സാറിന് മലേറിയ പിടിച്ചു, ഇപ്പൊ കെമിസ്ട്രി പഠിക്കേണ്ടത് നമ്മളുടെ ഇറങ്ങി കൂടും അല്ലെ? അതായത് നിങ്ങളുടെ പ്രകൃതിയാലുള്ള സ്വഭാവം, അതായത് നിങ്ങളുടെ ഇൻബോൺ ആയിട്ടുള്ള നേച്ചർ എന്ന് പറഞ്ഞാൽ പഠിക്കാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക എന്നുള്ളതാണ്. ആ നിങ്ങളെയാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ വളരെ മോട്ടിവേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തത്? കെമിസ്ട്രി ക്ലാസ്സിൽ കൊണ്ടിരുത്തിയത്. അപ്പൊ കഷ്ടകാലത്തിന് എനിക്ക് മലേറിയ പിടിച്ചു. അപ്പൊ നിങ്ങൾ ഇറങ്ങി ഓടി കെമിസ്ട്രി ക്ലാസ്സിൽ. അതൊരു തക്കമായിട്ട് കരുതി നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. ഇതേ പ്രോസസ്സാണ് ഈ പുള്ളിക്ക് നടക്കുന്നത്. അതായത് ഈ പുള്ളി ഓൾറെഡി Fe2O3 ആയിട്ടാണ് ഇരുന്നിരുന്നത്. പ്രകൃതിയിൽ ആയിരുന്നപ്പോൾ ഈ പുള്ളി Fe2O3 ആയിട്ടാണ് ഇരുന്നിരുന്നത്. ഈ പുള്ളിനെ ഞാൻ കഷ്ടപ്പെട്ട് മെറ്റലർജിക്കൽ റിയാക്ഷൻ, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും, മെറ്റലർജിക്കൽ റിയാക്ഷൻ വഴി ഇങ്ങനെ കോൺസെൻട്രേഷൻ, റിഫൈനിങ് ഇങ്ങനെ ചെയ്ത് അവസാനം നല്ല പ്യുവർ മെറ്റലാക്കി മാറ്റി. എങ്ങനെ? അയണാക്കി മാറ്റി. എന്നിട്ട് ഞാനത് വീടിന്റെ ജനലും അതും ഇതൊക്കെ പടുത് ഇങ്ങനെ നല്ല ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവന് അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ഷൻ ചെയ്യാൻ അവസരം കിട്ടിയ തക്കത്തിന് അവൻ എന്ത് ചെയ്തു? അവൻ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യും. അങ്ങനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവൻ വീണ്ടും Fe2O3 ആയിട്ട് മാറും. കാരണം പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവം Fe2O3 ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്നതാണ് പുള്ളിക്ക് താല്പര്യം. നമ്മൾ കഷ്ടപ്പെട്ട് Fe ആക്കി അയണാക്കി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി Fe ആക്കി മാറ്റിയെന്നേ ഉള്ളൂ. പക്ഷെ പുള്ളിക്ക് ഒരു അവസരം കിട്ടിയാൽ പുള്ളി അപ്പ എന്തായിട്ട് മാറും? ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് Fe2O3 ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. മനസ്സിലായോ? ഇരുമ്പ് സാധനം നിങ്ങൾ കുറെ നാള് കൊണ്ടുപോയി മഴയത്തോ അല്ലെങ്കിൽ അങ്ങനെ വല്ല മോയിസ്ചർ ഉള്ളതും കൊണ്ടുവച്ചു നോക്ക്, സംഭവം തുരുമ്പിക്കും. അത് തുരുമ്പിക്കാൻ കാരണം എന്താ? പുള്ളിക്ക് തുരുമ്പ് ആ അവസ്ഥയിൽ ഇരിക്കാനാണ് പുള്ളിയുടെ താല്പര്യം. അപ്പൊ അതുകൊണ്ടാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വസ്തുക്കള് നശിച്ചു പോകുന്നതിന്, അതായത് നമ്മൾ പറയും ചില വസ്തുക്കളുടെ മേളില് ക്ലാവ് പിടിച്ചു അല്ലെങ്കിൽ ഓക്സൈഡ് ഫിലിം ഉണ്ടായി എന്നാണ് കെമിസ്ട്രിയിൽ പറയാ. ഓക്സൈഡ് ഫിലിംസ് ഉണ്ടാവുക. അങ്ങനെ ആ വസ്തു നശിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തുരുമ്പ് എടുക്കുക എന്ന് പറയും. നമ്മൾ അത് നശിച്ചു പോയി എന്ന് പറയും, പക്ഷെ പുള്ളിക്ക് അതാണ് താല്പര്യം. മനസ്സിലായോ അല്ലെ? ഞാൻ പറഞ്ഞില്ലേ, മലേറിയ പിടിച്ച് ഞാൻ കിടന്നപ്പോ നിങ്ങള് കെമിസ്ട്രി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പൊ ഞാൻ എന്ത് പറയും? നിങ്ങളുടെ അച്ഛനോടും അമ്മോടും, ഓ നിങ്ങളുടെ കൊച്ച് മുടിഞ്ഞു പോയിട്ടോ എന്ന് പറയും. കാരണം എന്താ? അത് ക്ലാസ്സിലൊന്നും കയറാണ്ട് ഇറങ്ങി ഓടി എന്ന് പറയും. പക്ഷെ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിന് സ്വർഗം കിട്ടിയതായിരിക്കണം. പിന്നെ കെമിസ്ട്രി പഠിക്കല്ലേ, ഈ സമയത്ത് വല്ല സിനിമയും കാണാൻ പോയി കഴിഞ്ഞാൽ അത്രയെങ്കിലും ഉണ്ട്. ഇതാണ് പുള്ളിയുടെ വിചാരം. പുള്ളിക്ക് അതാണ് സന്തോഷം. എന്നാ നേരെ മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളമാണ് നിങ്ങളെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൂ. നിങ്ങൾക്ക് ബേസിക്കലി അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. അപ്പൊ അതാണ് ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഒരു ആസ്പെക്റ്റിൽ തന്നെ നിങ്ങൾ കൊറോഷനെ മനസ്സിലാക്കിയാൽ മതി. കൊറോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് ആണ്, അല്ലാതെ മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം കൊറോഡ് ചെയ്തൊന്നും ഒരു പ്രശ്നമില്ല. പുള്ളിക്ക് അങ്ങനെ ഇരിക്കാനാണ് താല്പര്യം. നമുക്കാണ് കൊറോഡ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ട്. നമുക്ക് എന്നാ ബുദ്ധിമുട്ട്? നമ്മൾ കഷ്ടപ്പെട്ട് പാലമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക, ഇരുമ്പ് പാലം ഉണ്ടാക്കി വെച്ചു. നമ്മൾ വിചാരിക്കും കാലാകാലങ്ങളോളം ഇരുമ്പ് പാലം ഇങ്ങനെ തന്നെ ഇരുന്നോളും എന്ന് വിചാരിക്കും.
അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് മലേറിയ വന്ന മാതിരി ഒരു മഴ പെയ്യുന്നത്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇരുമ്പ് പെട്ടെന്ന് തന്നെ തുരുമ്പിക്കാൻ തുടങ്ങും. പുള്ളിക്ക് അതാ താല്പര്യം. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ വലിയ കൺസ്ട്രക്ഷൻസ്, വലിയ വലിയ ഇരുമ്പ് കൊണ്ട് മാത്രമുള്ളതൊന്നല്ല, സിൽവർ കൊണ്ടും ചെമ്പ് കൊണ്ടൊക്കെ കുറെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഈ സാധനം ഒക്കെ അങ്ങോട്ട് തുരുമ്പിക്കും. അപ്പൊ അതോടുകൂടി അതിന്റെ ഒക്കെ കട്ടപ്പുകയാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തുരുമ്പിക്കൽ അല്ലെങ്കിൽ കൊറോഷൻ എന്ന് വിളിക്കുന്നത്. That's it. ഇതിനെയാണ് കൊറോഷൻ. ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾ കൊറോഷനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ പറഞ്ഞല്ലേ കൊറോഷൻ എന്താണെന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടോ? അപ്പൊ ഇനി അയൺ കൊറോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ മെക്കാനിസം എന്താണെന്നാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ചും പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് കൊറോഷൻ എന്താണെന്ന് എഴുതിക്കോ. ഇനി ഞാനത് എഴുതി കഴിയുമ്പോൾ പറഞ്ഞുതരാം എന്താണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് formation of oxide. It is the process of formation of oxide or other compounds. It is the process of formation of oxide or other compounds of a metal on its surface by the action of air, water vapor, carbon dioxide, etc. എന്നാ പറഞ്ഞേക്കണേ? എന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കി. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഓർ അതർ കോമ്പൗണ്ട്സ് ഓഫ് എ മെറ്റൽ. അതായത് നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ടായിരുന്നു. ആ മെറ്റലാണ് ഇത് അയൺ എന്ന് പറയുന്ന ഒരു മെറ്റൽ. അപ്പൊ നമ്മുടെ നല്ല ശുദ്ധമായ അയണാണ്. ഈ അയൺ എന്ത് ചെയ്തു? എയറുമായിട്ട് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ആയിട്ട് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ബൈ ദ ആക്ഷൻ ഓഫ് എയർ, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഇതൊക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അയണിന്റെ മുകളില് ഓക്സൈഡ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഓക്സൈഡ് ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ അയൺ ഓക്സൈഡ് ഉണ്ടാവുന്നത്. അതിനെയാണ് തുരുമ്പിക്കൽ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് അയൺ ഓക്സൈഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് തുരുമ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ അയണിന്റെ കേസിലാണ് ഈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. മറ്റ് മെറ്റൽസിന്റെ കേസിൽ ചിലപ്പോൾ ഓക്സൈഡ് തന്നെയാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ സൾഫൈഡ് ആയിരിക്കും, ചിലപ്പോൾ സൾഫേറ്റ് ആയിരിക്കും, അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും കോമ്പൗണ്ട് ആയിരിക്കും. അതാണ് ഓക്സൈഡ് ഓർ അതർ കോമ്പൗണ്ട്സ് എഴുതിയിരിക്കുന്നത്. അയണിന്റെ കേസിലാണ് ഓക്സൈഡ്. ഇപ്പൊ കോപ്പറിന്റെ കേസിൽ ചിലപ്പോൾ വേറെ വല്ലതും ആയിരിക്കും, സൾഫേറ്റോ അങ്ങനെ വേറെ എന്തെങ്കിലും സാധനം ആയിരിക്കും ഉണ്ടാകുന്നത്, സൾഫൈഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എഴുതിക്കോളാം. താഴെ എക്സാമ്പിൾ എഴുതുക. എക്സാമ്പിൾ ആയിട്ട് ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് അല്ല കേട്ടോ, റസ്റ്റിംഗ് ഓഫ് അയൺ. 2 ടാർണിഷിംഗ് ഓഫ് സിൽവർ. ടാർണിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോവുക എന്നുള്ള അർത്ഥമുള്ളൂ കേട്ടോ. നശിച്ചു പോവുക, ടാർണിഷിംഗ് ഓഫ് സിൽവർ. 3 ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ ആൻഡ് ബ്രോൺസ്. ഈ ചെമ്പ് പാത്രത്തിലൊക്കെ ഈ ക്ലാവ് പിടിക്കുന്നത് അല്ലെ, പച്ച കളറല്ലേ ക്ലാവ് പിടിക്കുന്നതിനെയാണ് നമ്മൾ, അതും കൊറോഷൻ എക്സാമ്പിൾ ആണ്. ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ്, പച്ച ക്ലാവ് ഓൺ കോപ്പർ ആൻഡ് ബ്രോൺസ്. ഇനി താഴെ എഴുതുക. മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ for corrosion
Most familiar example for corrosion is rusting of iron. Most familiar example for corrosion is rusting of iron. ഏറ്റവും പ്രധാനപ്പെട്ടത് അയണിന്റെ തുരുമ്പെടുക്കലാണ്. Rusting of iron. Full stop. It occurs in the presence of air and water. It occurs in the presence of air and water. അതായത് ഒരു ഇരുമ്പ് സാധനം, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു സാധനം എയറോ വാട്ടറോ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് അത് തുരുമ്പെടുക്കുന്നത്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നെങ്കിൽ എയർ ആയിട്ട് കോണ്ടാക്ട് വരിക, അല്ലെങ്കിൽ വാട്ടർ ആയിട്ട് കോണ്ടാക്ട് വരിക, അപ്പോഴാണ് അത് തുരുമ്പെടുത്ത് പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇപ്പൊ എണ്ണയിൽ ഇപ്പൊ ഒരു ഇരുമ്പാണി ഇപ്പൊ ഇന്ന് കൊണ്ട് വെള്ളത്തിലിട്ടാൽ നാളത്തേക്ക് തുരുമ്പെടുക്കൊന്നുമില്ല. തുരുമ്പെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണ്, കുറച്ച് പതുക്കെ അത് നടക്കുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ ഇനി മെക്കാനിസം ഓഫ് റസ്റ്റിംഗ് എന്ന് ഹെഡിങ് കൊടുക്കുക. മെക്കാനിസം ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ. മെക്കാനിസം ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ. എങ്ങനെയാണ് അയൺ തുരുമ്പെടുക്കുന്നത്, അതിന്റെ മെക്കാനിസം ആണ് പറയുന്നത്. മെക്കാനിസം ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് തന്നെ എഴുതണം. മെക്കാനിസം ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ. എന്നിട്ട് താഴെ എഴുതുക, അറ്റ് എ പർട്ടിക്കുലർ സ്പോട്ട് ഓഫ് ദ മെറ്റൽ. At a particular spot of the metal, oxidation takes place. Oxidation takes place. Oxidation takes place. എന്നിട്ട് താഴെ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതുക. Fe gives Fe2 plus 2 electron. എന്നിട്ട് താഴെ നിങ്ങൾ എഴുതുക, the electrons released, ഞാൻ പറഞ്ഞു തരാട്ടോ എന്താണെന്ന്. the electrons released move through the metal. The electrons released move through the metal to another spot on the metal, and get reduced എന്നല്ല കേട്ടോ, and reduce എന്നേ ഉള്ളൂ. and reduce oxygen in the presence of H plus. And reduce oxygen in the presence of H plus. അതിന്റെ താഴെ ഈ ഇക്വേഷൻ എഴുതുക. ഓക്സിജൻ പ്ലസ് 4H plus 4 electron gives, അപ്പൊ ഇത് നമുക്ക് ബാലൻസ് ചെയ്യണം. ഇവിടെ 2Fe2 plus 4 electron ആക്കുക കേട്ടോ. 2Fe2 plus 4 electron. ഇവിടെ O2 plus 4H plus 4 electron gives 2H2O. എന്നിട്ട് overall reaction is ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ ഈ ഇലക്ട്രോണും വെട്ടിപ്പോവും. അപ്പൊ ഓവറോൾ റിയാക്ഷൻ എന്ത് വരും? ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ നെറ്റ് റിയാക്ഷൻ ഈസ് 2Fe plus O2 plus 4H plus gives 2Fe2 plus 2H2O.
എല്ലാത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റും കൂടെ എഴുതിയാൽ കേട്ടോ. എന്നിട്ട് താഴെ അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതുക. ഇതിന്റെ അർത്ഥം ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇന്നിപ്പോ പറഞ്ഞുതരാൻ സമയം ഉണ്ടാവില്ല. എഴുതിക്കൊള്ളുക. അടുത്ത ക്ലാസ്സിൽ അല്ല എഴുതിക്കൊള്ളുക. The Fe2 plus ions, the Fe2 plus ions, the Fe2 plus ions are further oxidized. The Fe2 plus ions are further oxidized. Are further oxidized to Fe3 plus ions. To Fe3 plus ions. And finally forms എന്നിട്ട് എങ്ങനെ എഴുതുക? ഫൈനലി ഫോംസ് Fe2O3 dot XH2O and finally forms Fe2O3 dot XH2O. This is called rust. This is called rust. R-U-S-T. This is called rust. ഇതിന്റെ അർത്ഥമൊക്കെ നാളെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ പറയാൻ സമയമില്ല. ഒരു ഇതും കൂടെ എഴുതി വെച്ചോ ഹെഡിങ് ആയിട്ട്. മെത്തേഡ്സ് ടു പ്രിവെന്റ് കൊറോഷൻ. മെത്തേഡ്സ് ടു പ്രിവെന്റ് കൊറോഷൻ. മെത്തേഡ്സ് ടു പ്രിവെന്റ് കൊറോഷൻ. ഒന്നാമത്തെ മെത്തേഡ്, by coating the metal. ഒന്നാമത്തെ മെത്തേഡ്, by coating the metal. By coating the metal with the paint, comma varnish, etc. പെയിന്റും വാർണിഷും ഒക്കെ അടിച്ചാൽ മതി കൊറോഷൻ തടയാനായിട്ട്. By coating the metal with the paint, varnish, etc. രണ്ടാമത്തെ മെത്തേഡ് galvanization. രണ്ടാമത്തെ മെത്തേഡ് galvanization. അത് എഴുതിക്കോളാം. It is the process of coating a metal with the zinc. Coating a metal with the zinc. Coating a metal with the zinc. Full stop. അടുത്ത സെന്റൻസ് ആയിട്ട് അതിന്റെ കൂടെ തന്നെ എഴുതുക. Iron coated with the zinc. Iron coated with the zinc is called, iron coated with the zinc is called galvanized iron. Iron coated with the zinc is called galvanized iron. മൂന്നാമത്തെ മെത്തേഡ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. ഇതെങ്ങനെ എഴുതുക? സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതുക. It is the process of coating a metal. It is the process of coating a metal with more active metals. Like more active metals like magnesium, Mg, magnesium, zinc, etc. Full stop. അടുത്ത സെന്റൻസ് ആയിട്ട് അതിന്റെ സെന്റൻസ് എഴുതുക. These metals are termed as
sacrificial electrodes, sacrificial electrode, sacrificial electrodes, which corrodes, sacrificial electrodes which corrodes itself, and saves the രക്ഷിക്കുക and saves the object, ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ നാളെ പറഞ്ഞുതരാം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ.